Hello my dears, വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പെയിൻറ്റിംഗ് വിത്ത് 2 hooks ഈസ് ഹാങ് ഓൺ എ വോൾ. 2 ഹുക്കുള്ളൊരു പെയിൻറ്റിങ് ഒരു ചുമരിൽ തൂക്കിയിട്ടുണ്ട്. വൺ ഓഫ് ദ ഹുക്സ് ബ്രേക്സ്, അതിലൊരു ഹുക്ക് പൊട്ടിപ്പോയി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ സെയിം പെയിൻറ്റിങ് ഹാങ്ങിങ് ഓൺ ദ ഹുക്ക്. ഈ ചുമരിലുള്ള പെയിൻറ്റിംഗ് ആണല്ലോ ഹുക്ക് പൊട്ടിയത്. അപ്പോൾ അതിൽ ഈ പെയിൻറ്റിംഗ് ഉള്ളത് ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. പിക്ചറിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം തന്നെ നമുക്ക് എല്ലാ പിക്ചറിൻ്റെയും നോക്കുക. യെസ്, അത് നോക്കുമ്പോൾ ഏതാ കാണുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം അല്ലേ? അതല്ലേ കറക്റ്റ്? ഈ ഹുക്ക് പൊട്ടിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോൺ ബിലോ ആർ ദ പ്രൈസസ് ഓഫ് സം ഐറ്റംസ്. കുറച്ച് സാധനങ്ങളുടെ പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് 7 rupees, ബ്രെഡ് 25 rupees. സഞ്ജന ബോട്ട് 2 chocolates and 1 packet of bread. സഞ്ജന 2 chocolates-ഉം 1 പാക്കറ്റ് ബ്രെഡും വാങ്ങി. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഷീ മസ്റ്റ് പേ. എത്ര പൈസയാണ് അവൾ ടോട്ടൽ കൊടുക്കേണ്ടത്? അപ്പോൾ 2 ചോക്ലേറ്റിന് 7 + 7 14 rupees ആയി. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് 25. അപ്പോൾ ആഡ് ചെയ്താൽ 4 + 5 9, 1 + 2 3, 39 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്രീൻ ബസ് ആൻഡ് എ ബ്ലൂ ബസ് വർ യൂസ്ഡ് ടു ടേക്ക് സം സ്റ്റുഡൻസ് ഫോർ എ പിക്നിക്. There were 57 students in the green bus. The blue bus has 13 more students than the green bus. അപ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ ഒരു ഗ്രീൻ ബസ്സും ഒരു ബ്ലൂ ബസ്സും കൂടിയിട്ട് കുട്ടികളെ പിക്നിക്കിൽ കൊണ്ടുപോയി. ഗ്രീൻ ബസ്സിൽ 57 സ്റ്റുഡൻസും ഗ്രീൻ ബസ്സിലുള്ളതിനേക്കാൾ 13 കുട്ടികൾ അധികമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അതിലേതാ കറക്റ്റ്? യെസ്, 57 ഒന്നിലുണ്ട്, പിന്നെ ഒന്നിൽ 57ഉം പിന്നെ 13ഉം വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 57 13 കുറയാനല്ല പറഞ്ഞത്, കൂടാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തേൽ ഗ്രീനിൽ 7 സ്റ്റുഡൻസും ബ്ലൂവിൽ 57 മോർ സ്റ്റുഡൻസും അല്ല 13 മോർ സ്റ്റുഡൻസ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് നോക്കിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് സെയിം ആസ് 6 + 8 + 4. 6 + 8 + 4 തുല്യമായിട്ടുള്ളത് ഇതിൽ ഏതാണ്? 6 × 4 എന്ന് പറഞ്ഞാൽ 24. ഇത് തെറ്റാണ്. പ്ലസ് വരുന്നത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ 684 അല്ല, 64 + 8 അല്ല. ഏതാണ്? 6 + 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 + 8 അല്ലേ? ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർസ് ദ ഡേറ്റ്സ് ഓഫ് ബർത്ത് ഓഫ് 4 ഫ്രണ്ട്സ്. 4 സുഹൃത്തുക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൂ ടേൺഡ് 1 year old ഫസ്റ്റ്. ആർക്കാണ് ആദ്യം ഒരു വയസ്സ് കൂടുന്നത്? ആർക്കാണ്? 2012 ജനിച്ചാക്കായിരിക്കണം. അതിൽ തന്നെ ഏതാ മാസം? 2012 മാർച്ചാണ് ആദ്യം വരിക, പിന്നെയാണ് ഓഗസ്റ്റ് വരിക. സോ ഓപ്ഷൻ നമ്പർ ഏതാണ്? കൃഷി വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഫുഡ് ഐറ്റംസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സോഴ്സസ്. പ്ലാന്റിനും ആനിമലിനും കൂടെ കിട്ടുന്ന ഫുഡ് ഏതാണ്? മിൽക്ക് ആൻഡ് ടോസ്റ്റ്, ഹണി ആൻഡ് കേർഡ്സ്, ബോയിൽഡ് എഗ് ആൻഡ് ചീസ്, ഓറഞ്ച് ജ്യൂസ് ആൻഡ് പൊട്ടാറ്റോ വേഫേഴ്സ്. ഏതാണ്? മിൽക്ക് ആൻഡ് ടോസ്റ്റ്. എന്തുകൊണ്ടാണ്? പാലും ബ്രെഡ് ടോസ്റ്റും. നമുക്ക് എന്ത് ചെയ്യാം? പാലിൽ കിട്ടുന്നത് ആനിമലിനും ടോസ്റ്റ് കിട്ടുന്നത് പ്ലാന്റിൽ നിന്ന്, അല്ല വീട്ടിൽ നിന്നാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ കറക്റ്റ്. ഹണിയും കേർഡ് രണ്ടും ആനിമൽ പ്രൊഡക്റ്റാണ്. ബോയിൽഡ് എഗും ചീസും അതും രണ്ടും ആനിമൽ പ്രൊഡക്റ്റാണ്. ഓറഞ്ച് ജ്യൂസും പൊട്ടാറ്റോ വേഫേഴ്സും പ്ലാന്റാണ്. ബോത്ത് വരുന്നത് മിൽക്കും ടോസ്റ്റും തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കോമൺ ടു ദീസ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി? ഇയേഴ്സ്, ഐസ്, ഇയേഴ്സ്, നോസ്, നെയിൽസ്. ഇതുമായിട്ട് എന്താണ് കോമൺ ആയിട്ടുള്ളത്? ദേ ആർ ഫൗണ്ട് ഇൻ പെയർസ്. അത് 2 എണ്ണത്തിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് കാണുന്നത്. ദേ ആർ ഓൾ സീൻ ഓൺ ദ ഹെഡ്. എല്ലാം തലയിലാണ് കാണുന്നത്. ദേ ക്യാൻ ബി സീൻ ഔട്ട്സൈഡ് ദ ബോഡി. എല്ലാം പുറത്താണ് കാണുന്നത്. ദേ ഹെൽപ്പ് അസ് ടു നോ അവർ സറൗണ്ടിങ്സ്. ഇവ നമ്മുടെ ചുറ്റുപാടും അറിയാൻ സഹായിക്കുന്നു. സോ വിച്ച് വൺ ഈസ് കറക്റ്റ്? ദേ ആർ സീൻ ഔട്ട്സൈഡ് ദ ബോഡി അല്ലേ? ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുട്ട് ഓഫ് എൻ ആനിമൽ ഈസ് ഷോൺ ബിലോ. ഒരു ആനിമലിൻ്റെ ഫുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ കുഡ് ഇറ്റ് ബി. ഇതിൽ ഏത് ആനിമലാണത്? എലിഫൻറ്റ് അല്ല, ലയൺ നോ,
ഡോഗ് നോ. കൗ യെസ് ഇറ്റ് ഈസ് കറക്റ്റ്. പശുവിൻ്റെ കുളമ്പാണ്. ഇതല്ല ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് എ പാർട്ട് ഓഫ് കാറ്റ്സ് ഫേസ്? ഇതിൽ പൂച്ചയുടെ മുഖം ഏതാണ്? യെസ് ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ പാർക്ക്ഡ് കാർസ് വിൽ ഒമർ ബി ഏബിൾ ടു സീ ഫ്രം ദ പ്ലേസ് വെർ ഹീ ഈസ് സ്റ്റാൻഡിങ്? ഒമറിന് അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന കാറ് ഏതാണ്? യെസ് ഒന്ന് വരച്ച് നോക്കാം. ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ. മറ്റൊന്നും നേരിട്ടിട്ട് കാണാൻ പറ്റില്ല, കാരണം വൈറ്റൊക്കെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ബി കാറിനെ കാണാൻ പറ്റില്ല, സീനെയും പറ്റില്ല, ഡീനെയും പറ്റില്ല. സോ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.